എന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു ചിത്രമാണിത്. തൻ്റെ യൗവനം പാഴായി പോകുന്നുവെന്ന് സ്വയം തിരിച്ചറിയുന്നതിനേക്കാൾ വലിയ വേദന മറ്റൊന്നിനുണ്ടാകില്ല. അതനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഒരു വളർന്നു വരുന്ന യുവതാരം ആഗ്രഹിക്കുന്നത് തൻ്റെ മുന്നിൽ ഒരു മികച്ച ക്ലബ്ബും പെർഫോം ചെയ്യുവാൻ ഒരു വേദിയും തന്നെയാണ്. എന്നാൽ അതിനേക്കാളേറെ ലഭിച്ചുവെന്ന സന്തോഷം എൻട്രിക്കിനുണ്ടായിരുന്നുവെങ്കിലും താൻ ചെന്നെത്തിപ്പെട്ടത് റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബ്ബിലായിരുന്നു എന്ന് മാത്രം. മാഡ്രിഡിൽ പക്ഷേ അതൊരു അപൂർവ കാഴ്ചയൊന്നുമായിരുന്നില്ല. പലരും തുരുമ്പെടുത്ത് പോയൊരു കഥകൾ പറയാനുണ്ട് ആ ഡഗ്ഔട്ടുകൾക്ക് അന്നും ഇന്നും. പക്ഷേ ഇന്ന് എൻട്രിക്ക് മാത്രമല്ല അതനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് അവരുടെ ഏറ്റവും മികച്ച ഉയരത്തിൽ നിൽക്കുകയാണ് എന്ന് ഒരു വാദമുണ്ട് അവരുടെ ആരാധകർക്കിടയിൽ. എന്നാൽ ചില നേരം എനിക്ക് തോന്നാറ് മുങ്ങിപ്പോകാൻ പോകുന്ന ഒരു കപ്പലാണ് എന്നാണ്. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്നൊരു നാടൻ പ്രയോഗമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതാണ് ഇപ്പോഴത്തെ റയൽ മാഡ്രിഡിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും പ്രഷർ ചെലുത്തുന്നതും സാബി അലോൺസോ എന്ന പരിശീലകൻ തന്നെയാണ്. സാബിക്കും റയലിനും വന്നിരിക്കുന്നത് ചെറിയ പരീക്ഷണമൊന്നുമല്ല. കിരീടങ്ങളും നേട്ടങ്ങളുമായി ആഘോഷിച്ച് ആൻസിലോട്ടിക്ക് പിഴച്ചപ്പോൾ പെരസ് പകരം പ്രതിഷ്ഠിച്ചവനായിരുന്നു സാബി അലോൺസോ. ബയർ ലെവർകൂസനെ ഒറ്റയ്ക്ക് ഉയർത്തി കൊണ്ടുവന്നതിൽ പ്രധാനിയായിരുന്ന സാബി അലോൺസോ ബെർണാബിയിൽ അവരോധിച്ചപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചതും അതിലും വലിയ കാഴ്ചകൾ തന്നെയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പ് മുതൽ സീസൺ തുടക്കത്തിൽ തന്നെ സാബി അതിൻ്റെ ചില സൂചനകൾ ആരാധകർക്കിടയിൽ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മോശമെന്ന് പറഞ്ഞ പ്രസിംഗും ശൈലിയുടെ കാര്യത്തിൽ സാബി അപ്പാടെ പൊളിച്ചെഴുതുന്നുണ്ട്. മുന്നേറ്റത്തിൽ വിനിയും എംപാപ്പയും മസ്റ്റാനയും ഒരു പരിധിവരെ ആരാധകരുടെ കയ്യടി നേടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മസ്റ്റാനയുടെ ഇഞ്ചുറിയാണ് കാര്യങ്ങൾ ഏറെക്കുറെ സാബിയുടെ കൈവിട്ട് കളഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൽ ക്ലാസിക്കോയിൽ മസ്റ്റാനയുടെ പകരക്കാരനായി വന്നത് കാമുവിങ്കായിരുന്നു. അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കുവാനും കാമുവിങ്ക്ക് സാധിക്കുന്നുണ്ട്. മസ്റ്റാനോ അവസാനമായി കളിച്ചത് വലൻസിയക്കെതിരെയായിരുന്നു. ആ കളി പോലും മനോഹരമായി തന്നെ കളം നിറഞ്ഞ് കളിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ ലിവർപൂളിനെതിരെ കാമുവിങ്കയെ കൊണ്ടുവന്ന് തന്നെയായിരുന്നു സാബിയുടെ ഏറ്റവും വലിയ പരാജയവും. ശരിക്കും പറഞ്ഞാൽ ആ കളി മുതലാണ് റയലിൻ്റെ താളം തെറ്റാൻ ആരംഭിക്കുന്നത്. അത്ലറ്റിക്കോയുമായി തോറ്റ ആ തോൽവി പോലും ഇരുത്തി ചിന്തിപ്പിക്കാനുള്ള ഒരു വഴി ഒരുക്കിയിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് ശരിക്കും ഒരു ട്രാക്കിൽ കയറി വരുവാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മത്സരങ്ങൾ ജയിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്തുവാൻ സാബിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. സാബിയുടെ മാറ്റത്തിലൊന്ന് റൈറ്റ് വിങ്ങിലേക്ക് പകരം കൊണ്ടുവന്ന ഇബ്രാഹിം അമ്പയെ പരാജയമാകുന്നുണ്ട്. മിഡ്ഫീൽഡിൽ ഒരേ ശൈലിയുള്ള കളിക്കാർ ഒരേ സമയം പന്ത് തട്ടുന്നതും ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടെ കഴിഞ്ഞ സീസണുകളിലെ പോലെ തന്നെ പ്രതിരോധത്തിൽ വീണ്ടും പ്രധാന കളിക്കാർക്ക് പരിക്കേൽക്കുന്നതും ഒരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ടീമിൻ്റെ ടോപ്പ് സ്കോറായിരുന്ന ഗോൺസലോ ഗാർഷ്യയ്ക്ക് നിലവിൽ സ്ട്രൈക്കർ റോളിൽ വേണ്ടത്ര അവസരം നൽകാത്തതും സാബിയുടെ ഒരു വലിയ പിഴവായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൻട്രിക്ക് സാബിയുടെ പ്ലാനിൽ തീരുകയില്ല എന്ന ഉറപ്പ് തന്നെയാണ് ഓരോ മത്സരത്തിൻ്റെ ലൈനപ്പ് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എൻട്രിക്ക് ലിയോണിലേക്ക് മാറുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. സീസണിൻ്റെ തുടക്കത്തിൽ മോശം ഫോമിലുണ്ടായിരുന്ന റോഡ്രിഗോ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നതും ടീമിന് വലിയ തലവേദന തന്നെയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുകയല്ലാതെ റോഡ്രിഗോ ടീമിൽ തുടരുന്ന കാര്യത്തിൽ സംശയം തന്നെയാണ്. ടീമിൻ്റെ പോക്ക് ഇതേ അവസ്ഥയിൽ തന്നെയാണെങ്കിൽ സാബിയുടെ കസേരയ്ക്കും ഇളക്കം സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങളിൽ നിന്ന് മുന്നേറുവാൻ ടീമിന് പലതും ചെയ്തു തീർക്കാനുണ്ട്. സാബിക്കും പിടിപ്പത് പണിയുണ്ടാകും. ചെറിയ ടീമിനെ വലിയ ടീമാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ച സാബിക്ക് വലിയ കളിക്കാർ കളിക്കുന്ന റയൽ മാഡ്രിഡിലേക്ക് എത്തിയപ്പോൾ പ്രഷർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് മിക്ക ഭാഗത്തു നിന്നും നിൽക്കുന്ന ഏക വിമർശനം. നിലവിലെ ഈ ടീമിൻ്റെ അവസ്ഥ ഓവർകം ചെയ്യുവാൻ വേണ്ടുന്നെല്ലാം സാബി ഇനി മുന്നോട്ട് ചെയ്യേണ്ടി വരും. പലതും അയാൾ ത്യജിക്കേണ്ടിയും വരും. പലരുടെയും മുഖം അയാൾ കറക്കുന്നതും കാണേണ്ടി വരും. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്യും മുന്നേ ടീമിലെ തൻ്റെ നിലനിൽപ്പ് സാബി തരണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പക്ഷേ അതിനുശേഷവും ഇക്കാര്യങ്ങൾ ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ സാബിയുടെ ഭാവി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.